രാജ്യത്ത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ കാഹളം മുഴങ്ങുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. മഹാരാഷ്ട്രയിൽ ശിവസേന പിളർപ്പുണ്ടാകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഏകനാഥ് ഷിൻഡെ പക്ഷം, അതായത് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഭരണത്തിലുള്ള NCP, BJP, ഏകനാഥ് ഷിൻഡെ പക്ഷത്തെ 20 MLAമാർ ഉദ്ധവ് താക്കറെ പക്ഷത്തേക്ക് കടന്നു വരുന്നു. BJPക്ക് അകത്ത് അല്ലെങ്കിൽ BJP സഖ്യത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നാണ് മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയെ BJP അവഗണിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിലേക്ക് പോലും മന്ത്രിമാർ ക്ഷണിക്കുന്നില്ല, അല്ലെങ്കിൽ മന്ത്രിമാർ പങ്കെടുക്കുന്നില്ല. ശിവസേന വിഭാഗത്തെ അല്ലെങ്കിൽ ശിവസൈനികരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ BJP പ്രവർത്തിക്കുകയാണെന്നാണ് ഏകനാഥ് ഷിൻഡെ പക്ഷത്തെ 20ഓളം MLAമാർ പരാതി പറഞ്ഞിരിക്കുന്നത്. ഇവർ ഉദ്ധവ് താക്കറെയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിലേക്ക് കടന്നു വരാൻ ഇവർ തയ്യാറായിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന് കാഹളം മുഴങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കിട്ടിയ തക്കം ഉപയോഗപ്പെടുത്തി കോൺഗ്രസും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. NCPയിലെ ഒരു വിഭാഗത്തെ, അതായത് ഇപ്പോൾ BJPയോടൊപ്പം നിൽക്കുന്ന NCP അജിത് പവാർ വിഭാഗത്തിലെ ഒരു കൂട്ടം MLAമാരെ അടർത്തിയെടുത്ത സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ BJPയും ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. മഹാരാഷ്ട്രയിലെ കാറ്റ് കോൺഗ്രസിനും NCP ശരത് പവാർ വിഭാഗത്തിനും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിനും അനുകൂലമായി വീശിയടിക്കുന്നു എന്ന വാർത്ത മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വരികയാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ കുതിരക്കച്ചവടങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്രയിൽ നടന്നത്. NCPയുടെ ഒരു വിഭാഗത്തെ പിളർത്തി ശരത് പവാർ, NCPയുടെ സ്ഥാപക നേതാവ് ശരത് പവാറിനോടൊപ്പം ഉണ്ടായിരുന്ന അനന്തരവൻ അജിത് പവാറിനെ ശരത് പവാർ വിഭാഗത്തിൽ നിന്നും അടർത്തി മാറ്റി സ്വന്തം പാളയത്തിലെത്തിച്ച BJP നടത്തിയ രാഷ്ട്രീയ നെറികേട് രാജ്യം കണ്ടതാണ്. ഇതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ ഉദ്ധവ് താക്കറെയും കോൺഗ്രസും ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത. ബോംബെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടക്കം പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് വലിയ ഒരു രാഷ്ട്രീയ കാഹളം മുഴക്കി മഹാരാഷ്ട്രയിൽ തങ്ങളുടെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ബോംബെ കോർപ്പറേഷനിൽ ഇത്തവണ തനിച്ചു മത്സരിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പരമാവധി ശക്തി സംഭരിച്ച മഹാരാഷ്ട്രയിൽ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കാൻ ഒരു കൊടുങ്കാറ്റ് കണക്കെ ബോംബെയിലേക്ക് കടന്നു വരാൻ ബോളിവുഡിന്റെയും അധോലോകത്തിന്റെയും കൈപ്പിടിയിൽ അമർന്ന ഒരു കാലത്ത് ആളുകൾ ഭീതിയോടെ ഭയത്തോടെ കേട്ടിരുന്ന ബോംബെ നഗരത്തെ അധോലോകത്തിന്റെ കരാളഹസ്തത്തിൽ നിന്നും മോചിപ്പിച്ച കോൺഗ്രസ് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. അവിടെയാണ് BJPക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. NCP അജിത് പവാർ വിഭാഗത്തിലെ ചേതാനും MLAമാരെ അടർത്തിയെടുത്ത് സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ ഏകനാഥ് ഷിൻഡെ പക്ഷത്തെ ശിവസേനയെ അടർത്തിയെടുത്ത് അല്ലെങ്കിൽ അതിൽ വിള്ളലുണ്ടാക്കി അത് വിഭജിപ്പിച്ച് സ്വന്തം പാളയത്തിലെത്തിക്കാനാണ് ഉദ്ധവ് താക്കറെ ശ്രമിക്കുന്നത്. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ മൂവ്മെന്റ് നടക്കുകയാണ്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് അതിന്റെ ഗതകാല ഓർമ്മകളിലേക്ക് അല്ലെങ്കിൽ ഗതകാല ശക്തിയിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു.